വീണ്ടും നമുക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ സ്നേഹമാകുന്ന കുടക്കീഴിൽ വിശ്വാസമാകുന്ന പരിചയമായി നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മള് അത്ഭുതങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്, സൂപ്പർ നാച്ചുറൽ കൂടിയാണ് കടന്നു പോകുന്നത്. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്നത്തെ ദിവസം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഇന്നലത്തേക്ക് നോക്കുകയാണെങ്കിൽ, എല്ലായിടത്തും നാം അത്ഭുതങ്ങളാണ് കാണുന്നത്. കാണേണ്ട കണ്ണും കേൾക്കേണ്ട ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവും നമുക്കുണ്ടായിരുന്നാൽ മതി. ദൈവവചനത്തിൽ കൂടി നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണ്. നാം എക്സ്ട്രാ ഓർഡിനറി ആണ്. നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്, അരുമ സന്താനങ്ങളാണ്. അവൻ നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. നാം അവനോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രിയ മക്കളാണ്. ശിഷ്യന്മാര് കർത്താവിനോടൊപ്പം സുവിശേഷത്തിന്റെ താളുകളിൽ കൂടി യാത്ര ചെയ്തു. ഒരുപാട് ഉപമകൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഒരുപാട് തിയററ്റിക്കൽ ഇൻഫർമേഷൻ, സ്വർഗരാജ്യത്തെ പറ്റിയുള്ള അനേക വെളിപ്പാടുകൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അനേക അത്ഭുതങ്ങളിൽ കൂടി അവരെ കൊണ്ടുപോയി. അനേക അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവരെ ഒരുക്കി, അവരെ അയച്ചു. കുഞ്ഞുങ്ങളെ പരിശീലനം കൊടുത്ത ശേഷം അവരെ ഒറ്റയ്ക്ക് വെളിയിലിട്ട് ഇറക്കി വിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് പോലെ കർത്താവ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവ് ശിഷ്യന്മാർക്ക് അവസരം നൽകിക്കൊടുത്തു. സുവിശേഷത്തിന്റെ പേജുകളിൽ കൂടി നാം കണ്ണോടിക്കുമ്പോൾ പലയിടത്തും ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അത്തി ഉണങ്ങിപ്പോയ ആ വിഷയത്തിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടതായി കാണുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ആ വിഷയത്തിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടു. ഒരു ബാലനിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്നതിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടു. പല ഉപമകളും വെളിപ്പാടായി ദൈവം സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങൾ ശിഷ്യന്മാരോട് ഓതിക്കൊടുത്തിട്ട് അവർക്കത് തിരിച്ചറിയുവാൻ പലപ്പോഴും കഴിഞ്ഞില്ല. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ രക്തം കുടിക്കുകയും അവന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യണമെന്ന്. അവർക്ക് ഒന്നുമേ തിരിയാതെ അവര് പിന്നീട് വന്ന് ചോദിക്കുന്നു, കർത്താവേ, മാംസം എങ്ങനെയാ തിന്നുന്നത്? ഒരു മനുഷ്യന്റെ മാംസം തിന്നുന്നത് എങ്ങനെയാ? ഒരു മനുഷ്യന്റെ രക്തം കുടിക്കുന്നത് എങ്ങനെയാ? അവർക്കൊന്നും മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ വചനം ഭക്ഷിക്കുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയുന്നില്ല. വിത്ത് വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ട ഉപമ കർത്താവ് അവരോട് പറഞ്ഞു. അവർക്ക് ഒന്നുമേ തിരിയാതെ പിന്നീട് വന്ന് ചോദിച്ച്, കർത്താവെ, ഈ ഉപമ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണം. കർത്താവ് ഉപമ വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ കരം പിടിച്ച് നാം നടക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തില് ഒരുപാട് പരാജയങ്ങൾ വരും. നമുക്ക് പല വെളിപ്പാടുകളും നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ഒരു പരാജയമല്ല. ഹല്ലേലൂയ. നമ്മൾ ആരും പരാജിതരല്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഓട്ടക്കളത്തിൽ പലപ്പോഴും നമ്മൾ ഇടറി വീഴുന്നവരാണ്. ശിഷ്യന്മാരെ പോലെ തന്നെ നമ്മൾ പരാജയപ്പെട്ടു, എന്നാൽ നമ്മൾ ആരും പരാജിതരല്ല. അവിടെ നിന്ന്
ഇറ്റ് ഡസന്റ് മാറ്റർ, ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ മെനി ടൈംസ് യു ഫോൾ, ഇറ്റ് ഈസ് ഹൗ മെനി ടൈംസ് യു ഗെറ്റ് അപ്പ് ആൻഡ് റൺ. എത്ര തവണ വീണെന്നുള്ളതല്ല വിഷയം, എത്ര തവണ എഴുന്നേറ്റ് ഓടുന്നു എന്നുള്ളതാ വിഷയം. വീണിടത്ത് കിടക്കുന്നു എന്നുള്ളതല്ല വിഷയം, എഴുന്നേറ്റ് ഓടുന്നു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ആരും പരാജിതരല്ല. നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പരാജിതരല്ല. ഹല്ലേലൂയ. നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരികയാണ്. ഗോഗ് മാഗോഗ് യുദ്ധം ആണ് ഇന്നത്തെ വിഷയം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ച വിഷയം, നാം എല്ലാവരും സ്വർഗത്തിലെത്തി, റാപ്ചർ സംഭവിച്ചു, ഉൽപ്രാപണത്തോടുകൂടി സഭയാകുന്ന നമ്മളെല്ലാം സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗരാജ്യത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായവിധിക്ക് വേണ്ടി നാം അവിടെ നിന്നു. ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അവിടെ തീയിൽ കൂടി കടന്നുപോയി നാം എല്ലാവരും നമുക്ക് അർഹതപ്പെട്ട റിവാർഡ്, പ്രതിഫലം നാം അവിടെ നേടി. അങ്ങനെ ആ പ്രതിഫലവും വസ്ത്രവും ആഭരണങ്ങളും ഒക്കെയായി കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട സ്വർഗരാജ്യത്തിൽ എത്തപ്പെട്ട മണവാട്ടി അവിടെ ഒരുങ്ങുകയാണ് വിവാഹത്തിന് വേണ്ടി. അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വിവാഹത്തിലേക്ക് മണവാളനാകുന്ന ക്രിസ്തുവും മണവാട്ടിയാകുന്ന സഭയും തമ്മിലുള്ള വിവാഹത്തിലേക്ക് സഭ പ്രവേശിക്കുകയാണ്, നാം എല്ലാവരും പ്രവേശിക്കുകയാണ്. അങ്ങനെ സഭ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പഠനത്തിനു വേണ്ടി നമുക്ക് മടങ്ങി ഭൂമിയിലേക്കൊന്ന് വരാം. ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെട്ടു, കർത്താവിന്റെ മണവാട്ടി സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു. ഇനിയും ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആളുകൾ ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്തതോടുകൂടി ക്രിസ്ത്യൻസ്, ബിലീവേഴ്സ്, വിശ്വാസികൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്നിവിടെ ശേഷിക്കുന്നത് അവിശ്വാസികളായ വ്യക്തികളാണ്. അവിശ്വാസികളായ വ്യക്തികൾ, കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരാത്ത വ്യക്തികളാണ് ഇന്നിവിടെ ശേഷിക്കുന്നത്. അവര് നാമധേയ ക്രിസ്ത്യാനികളായിരിക്കാം, അതുപോലെ മറ്റ് ഇതര മതങ്ങളിൽ പെടുന്നവരായിരിക്കാം, കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നിട്ടില്ലാത്ത വ്യക്തികളായിരിക്കാം, നിരീശ്വരന്മാരായിരിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാത്തവരായിരിക്കാം. ചുരുക്കം പറഞ്ഞാൽ ക്രിസ്തുവുമായി ബന്ധമുള്ളവർ ആരും അന്ന് ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. അവരെല്ലാവരും സ്വർഗത്തിലേക്ക് റാപ്ചറിനോടുകൂടി എടുക്കപ്പെട്ടു. അമേരിക്കയിലെ പോപ്പുലേഷനിൽ നല്ലൊരു ഭാഗം വിശ്വാസികൾ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. ഇന്ത്യയിലെ പോപ്പുലേഷനിൽ നല്ലൊരു ഭാഗം വിശ്വാസികളായിട്ടുള്ളവര് മാറ്റപ്പെട്ടു. ലോക രാജ്യങ്ങളിൽ നിന്നെല്ലാം വിശ്വാസികളുടെ കൂട്ടം മാറ്റപ്പെട്ടു. അമേരിക്കയിൽ ശേഷിക്കുന്നത് കർത്താവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത ഒരു വലിയൊരു ഗ്രൂപ്പാണ് ശേഷിക്കുന്നത്, ലോക രാജ്യങ്ങളിൽ എന്നതുപോലെ തന്നെ. ഇപ്പോൾ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുവാൻ അമേരിക്കയ്ക്ക് പ്രത്യേക ബാധ്യതകൾ ഒന്നുമില്ല. ഇന്ന് യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവീൻ എന്ന വേദപുസ്തകം ഉത്ബോധനം ചെയ്യുന്നത് കൊണ്ട് വിശ്വാസികളായ നാം ഒക്കെ യെരുശലേമിന് വേണ്ടി, ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. അന്ന് വിശ്വാസികൾ ഇവിടുന്ന് മാറ്റപ്പെടുന്നതോടുകൂടി അമേരിക്കയ്ക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാകത്തില്ല ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുവാൻ. മറ്റ് ഇസ്ലാമിക് നേഷൻസിന് ആന്റി സെമിറ്റിക് ആയതുകൊണ്ട് പലപ്പോഴും യഹൂദന്മാരോട് വൈരാഗ്യമുള്ളത് കൊണ്ടും അവരോട് പിണക്കുള്ളത് കൊണ്ടും അവരിൽ നിന്ന് അവരകന്നു നിൽക്കുവാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഇസ്രയേൽ തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്ന് പറയുന്നത് പോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജനമായി ഇസ്രയേൽ ഇവിടെ അവശേഷിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുവാൻ മറ്റൊരു രാജ്യങ്ങളില്ല, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ വേറെ ആരുമില്ല. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം. എന്നാൽ
അതിസമ്പത്തിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം, മൃഗസമ്പത്തുകളാൽ, ആടുമാടുകളുടെ സമ്പത്തുകളാൽ, മോഡേൺ വെപ്പൺസിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം, പ്രകൃതി സമ്പത്തിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം, അവരുടെ അധ്വാനത്തിന്റെ ഫലമായി അനേക വിളവുകള്, അനേക ഫ്ലവേഴ്സ്, അനേക വെജിറ്റബിൾ ഐറ്റംസ്, ഫ്രൂട്ട്സ് ഒക്കെയും പുറപ്പെടുവിക്കുന്ന ഒരു രാജ്യം, ധാതു സമ്പന്നമായ ഒരു രാജ്യം. ഇങ്ങനെ ഒരു രാജ്യം ആരും സപ്പോർട്ടില്ലാതെ, വളരെ ഒരു ചെറിയ രാജ്യം, മാപ്പിൽ പോലും അടയാളപ്പെടുത്തുവാൻ കഴിയാത്തവണ്ണം നിലനിൽക്കുന്നു. ആരും പ്രാർത്ഥിക്കുവാനില്ല, ആരും സപ്പോർട്ട് ചെയ്യുവാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെ വടക്ക് നിന്ന് ഒരു രാജ്യത്തിന്റെ കണ്ണുകൾ ഇസ്രയേലിലേക്ക് എത്തുകയാണ്. കാരണം ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു അറ്റാക്ക് ഇസ്രയേൽ എന്ന് ഒരു രാജ്യത്തിലെ പ്രഭുവായിരിക്കുന്ന മാഗോഗ് രാജ്യത്തിന്റെ പ്രഭുവായിരിക്കുന്ന ഗോഗ് എന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു ചിന്ത ദൈവം തന്നെ ഇട്ടുകൊടുക്കും. കാരണം കാരണം ദൈവം തന്നെ അവന്റെ താടിയല്ലിന്മേൽ ഒരു കൊളുത്തിട്ടിട്ട് അവനെ വടക്ക് നിന്ന് ഇസ്രയേലിലേക്ക് കൊണ്ടുവരും. ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് എസെക്കിയേലിന്റെ പുസ്തകം 38ഉം 39ഉം അധ്യായമാണ്. ആ 2 അധ്യായങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. നാം ഇത് ഇന്നത്തെ ശേഷം അത് വീണ്ടും പഠിക്കണം, വായിക്കണം. അപ്പോൾ യെരുശലേമിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് നേരെ ഒരു ലൈൻ നോർത്തിലോട്ട് വരയ്ക്കുകയാണ് എങ്കിൽ, ഒരു മാപ്പ് എടുത്തിട്ട് ഇസ്രയേലിൽ നിന്ന് വടക്കോട്ട് മുകളിലോട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ആ സ്ട്രെയിറ്റ് ലൈൻ സിറിയയിൽ കൂടെ ചെല്ലും, ആ സ്ട്രെയിറ്റ് ലൈൻ ടർക്കിയിൽ കൂടെ ചെല്ലും, അത് കഴിഞ്ഞ് ബ്ലാക്ക് സീയിൽ കൂടെ അവ കടന്നു പോകും, അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ യുക്രൈൻ അല്ലെങ്കിൽ നോർത്തിലെ യുക്രൈനിൽ കൂടി കടന്നു പോകും, അത് കഴിഞ്ഞ് അത് റഷ്യയിൽ പ്രവേശിച്ച് അത് മോസ്കോയിൽ ചെന്നെത്തും. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളോട് തന്നെ തെളിയിക്കാവുന്നതാണ്. അപ്പോൾ വേദപുസ്തകം പ്രകാരം, എസെക്കിയേലിന്റെ പുസ്തകം പ്രകാരം, വടക്ക് നിന്ന് ഒരു ദേശം, മാഗോഗ് ദേശം അവിടെ സ്ഥിതി ചെയ്യുന്നു. ആ ദേശത്ത് നിന്ന് അതിന്റെ പ്രഭുവായ ഗോഗിന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉദിക്കും. ആ ചിന്ത ദൈവം കൊടുക്കുന്ന ചിന്തയാണ്. അവന്റെ താടിയലിന്മേൽ ഒരു കൊളുത്തിട്ടിട്ട് അവനെ താഴേക്ക് വലിക്കും. അവന്റെ കൂടെ പല രാജ്യങ്ങള് അവന്റെ കൂടെ ചേർന്ന് വരും. ഗോഗ് ആ രാജ്യത്തിന്റെ പ്രഭുവാണ്. അതാരാണ് എങ്കിലും, അതാരാണെന്ന് പറയുക, അനുമാനിക്കുക, സ്പെക്കുലേറ്റ് ചെയ്യുക എന്നതല്ല എന്റെ വിഷയം. മറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുവാൻ പോകുന്നു. അത് റഷ്യയാണ്, മോസ്കോയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വേദപുസ്തകം പറയുകയാണ്, അന്നാളിൽ എല്ലാവരും തിരിച്ചറിയും, ഞാനാണ് ഈ യുദ്ധത്തിന് കോപ്പുകൂട്ടിയത്, ഞാൻ ദൈവമായ യഹോവയാണ്, ഞാൻ ഇസ്രയേലിന്റെ ദൈവമാണ്, ലോകരാഷ്ട്രങ്ങളുടെ ഗതി നിയന്ത്രിക്കുന്നവൻ ഞാനാണ്, ഐ ആം ദാറ്റ് ഐ ആം, യഹോവയാകുന്ന ഞാനാണ്. അന്ന് എല്ലാവരും തിരിച്ചറിയുമെന്ന് പണ്ടുകാലത്ത് എസെക്കിയേൽ വഴി കർത്താവ് പ്രവചനം കൊടുക്കുകയാണ്. അപ്പോൾ വടക്ക് സ്ഥിതി ചെയ്യുന്ന റഷ്യ, മോസ്കോ, അതിന്റെ പ്രഭുവായിരിക്കുന്ന ഗോഗ്, റോഷ് എന്ന ദേശം റഷ്യ ആണെന്ന് പറയപ്പെടുന്നു. മാഗോഗ് ദേശം എന്ന് പറയുന്നത് ഫോർമർ സോവിയറ്റ് യൂണിയൻ, കിർഗിസ്ഥാൻ, ടർമനിസ്താൻ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ പല, ഈവൻ അഫ്ഗാനിസ്ഥാനും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഫോർമർ സോവിയറ്റ് യൂണിയനിൽ പെടുന്ന അനേക രാഷ്ട്രങ്ങൾ, അനേക സോവിയറ്റ് റിപ്പബ്ലിക് എല്ലാവരും കൂടെ ചേർന്ന് ഈ ഇസ്രയേലിന് നേരെ കടന്നു വരികയാണ്. അതിന്റെ കൂട്ടത്തിൽ ഗോമേർ എന്ന് പറയുന്ന മറ്റൊരു രാജ്യവും ചേർന്ന് വരും. ഗോമേർ ആരാണ്? ടർക്കി എന്ന ദേശം. ടോഗർമ എന്ന ഒരു ദേശം കടന്നു വരും. ടർക്കി എസെക്കിയേലിന്റെ കാലത്ത് ടർക്കിയായിട്ട് നിലനിന്നിരുന്നില്ല. എസെക്കിയേലിന്റെ കാലത്ത് പലവിധമായ ടെറിട്ടറീസ് ആയിട്ട്
നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങളായിട്ട്, പലവിധ നാട്ടുരാജ്യങ്ങളായിട്ട് നിലനിന്ന ദേശങ്ങളായിരുന്നു നാം ഇന്ന് കാണുന്ന പല ദേശങ്ങളൊക്കെ. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ, കേരളം ഉൾപ്പെടെ പല നാട്ടുരാജ്യങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം നാട്ടുരാജ്യമായിരുന്നു. കേരളം എന്ന സംസ്ഥാനം ആകുന്നതിന് മുമ്പ് തിരുവിതാംകൂറുണ്ട്, കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്, മലബാറുണ്ട്. അങ്ങനെ പല നാട്ടുരാജ്യങ്ങളായിരുന്നു. അതെല്ലാം ചേർന്നാണ് സംസ്ഥാനമായതെന്ന് നമുക്കറിയാം. അപ്പോൾ ടർക്കിയില് ടോഗർമ എന്ന് പറയുന്നത് ടർക്കിയുടെ പല ടെറിട്ടറിയാണ്. പുട്ട് എന്ന് പറയുന്നത് ലിബിയ ഇതിനോടുകൂടെ ചേർന്ന് വരും. കൂശ് എന്ന് പറയുന്നത് ഇത്യോപ്യ, സുഡാൻ എന്നീ രാജ്യങ്ങള് ഇതിനോടുകൂടെ ചേർന്ന് വരും. ചുരുക്കം പറഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത കാണാവുന്നത്, ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക് കൺട്രീസ് ആണ് ഇന്ന്. ഈ രാജ്യങ്ങൾക്ക് നാച്ചുറലി ആന്റി സെമിറ്റിക് ആണ്, അല്ലെങ്കിൽ യഹൂദ വിരോധികളായ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം എന്ന് നമുക്കറിയാം. പേർഷ്യ ഇതിനോടൊപ്പം ചേർന്ന് തരും. 1935 പേർഷ്യയുടെ പേര് ഇറാൻ എന്ന് നാമകരണം ചെയ്തത്. ഇറാൻ ഇതിനോട് ചേർന്ന് വരും, ഇറാഖ് ഇതിനോട് ചേർന്ന് വരും. ചുരുക്കം പറഞ്ഞാൽ നാം ഈ വേദപുസ്തകത്തിൽ ഇവിടെ കാണുന്നതും അതുപോലെ പല നാട്ടുരാജ്യങ്ങളും മുസ്ലിം സപ്പോർട്ടോടും ഇസ്ലാമിക് സപ്പോർട്ടോടുകൂടി അനേക രാജ്യങ്ങള് യഹൂദന് നേരെ, ഇസ്രയേലിന് നേരെ അവരുടെ സിൽവറും ഗോൾഡും അവരുടെ ധനമഹിമകൾ കൊള്ളയടിക്കുവാനായിട്ട് പുറപ്പെട്ടു വരും. ദൈവം അവരെ അവിടേക്ക് പുറപ്പെടുവിച്ചു കൊണ്ടുവരും. കാരണം ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു അറ്റാക്ക് ഇസ്രയേൽ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു രാജ്യം. റാപ്ചർ കഴിഞ്ഞതോടുകൂടി ഇവിടെ നിന്ന് റിസ്ട്രെയിനർ മാറ്റപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് പോയി സ്വർഗത്തിലേക്ക് പോയി. ഇന്ന് പരിശുദ്ധാത്മാവില്ല. പോലീസ് ഇല്ലാത്ത ഒരു രാജ്യം, മിലിറ്ററി ഇല്ലാത്ത ഒരു രാജ്യം. എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ആരും പറയാതെ തന്നെ നമുക്ക് അനുമാനിക്കാനേ ഉള്ളൂ. റിസ്ട്രെയിനർ അതുപോലെ തന്നെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. സഭയുമായിട്ട് റിസ്ട്രെയിനർ, തടുക്കുന്നവൻ മുകളിലേക്ക് സഭയെ കൊണ്ടുപോയി കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു. റിസ്ട്രെയിനർ ഇവിടെ ഇല്ല. ഏറ്റവും പറ്റിയ സമയം ഇസ്രയേലിനെ ആക്രമിക്കാൻ റഷ്യയുടെ നേതൃത്വത്തിൽ അനേക ഇസ്ലാമിക് രാജ്യങ്ങൾ ഒരുമിച്ച് കടന്നു വരും. ഇനി നമുക്ക് ഈ രാജ്യങ്ങളെ പറ്റി ഒന്ന് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫെത്ത് എന്നിവരുടെ വംശാവലി. ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മഥായി, യവാൽ, തുബാൽ, മേശക്, തീരാസ്. മതി അതൊന്നുകൂടെ വായിക്കണം. ജാഫെത്ത്, നോഹയ്ക്ക് 3 മക്കളുണ്ടെന്ന് നമുക്കറിയാം. ഷേം, ഹാം, ജാഫെത്ത്, 3 പേരുണ്ട്. മൂത്തപുത്രനായ ഷേമിൽ നിന്നാണ് സെമിറ്റിക് എന്ന പദം വന്നത്. 2 ജാഫെത്ത്. ജാഫെത്തിന്റെ മക്കളിൽ 4 പേരുടെ കാര്യമാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നത്. 1 ഗോമേർ, ടർക്കി. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്, മഥായി, യാവാൽ, തുബാൽ, മേശക്, തീരാസ്. ടോബോൾസ്ക് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. അതിൽ നിന്ന് വന്നതാണെന്ന്, ടൂബാലിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു. മേശക്, പിന്നീട് മാഗോഗ്. അപ്പൊ ഇവിടെ 4 ജാഫെത്തിന്റെ 4 മക്കളുടെ കാര്യമാണ് പറയുന്നത്. ആ 4 മക്കളുമാണ്, ആ 4 മക്കളിൽ നിന്നും ജനിച്ച സന്താന പരമ്പരകളെ എല്ലാവരെയും കീഴടക്കി മാഗോഗ് ദേശത്തിലെ ഗോഗ് അതിന്റെ പ്രഭുവായി, റഷ്യയുടെ അല്ലെങ്കിൽ ഫോർമർ USSRന്റെ പ്രഭുവായി, സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ പ്രഭുവായിരിക്കുന്നു. ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദൈവം അദ്ദേഹത്തിന് ഒരു ദുരാലോചന കൊടുക്കും. അദ്ദേഹം അതൊരു ഈവിൾ സ്കീം പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റയ്ക്ക് കിടക്കുന്ന ഇസ്രയേലിനെ ആക്രമിക്കുവാനായിട്ട് വരികയാണ്. ഇസ്രയേൽ അല്ലെങ്കിൽ ജെറുസലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാന നഗരി എന്നാണ്. എന്നാൽ വൈരുദ്ധ്യം എന്ന് പറയട്ടെ, സമാധാനം അനുഭവിച്ചിട്ടില്ലാത്ത, യുദ്ധങ്ങളുടെ
കുരുതിക്കളമായിരിക്കുന്ന ഒരു നഗരി ഭൂമിയിലുണ്ട് എങ്കിൽ അത് യെരൂശലേമാണെന്ന് പറയേണ്ടതായിട്ട് വരും. ജെറൂശലേം സമാധാനത്തിന്റെ നഗരമാണ് യെരൂശലേം. എന്നാൽ യെരൂശലേം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുപോലെ ഇത്രയും യുദ്ധം ഒരു നഗരവും ഒരു രാജ്യവും ഇതുവരെ വഹിച്ചിട്ടില്ല. ഇസ്രായേൽ കടന്നു പോയിട്ടുള്ളതുപോലെ ഒരു രാജ്യങ്ങളും ഇതുവരെ യുദ്ധത്തിൽ കൂടി കടന്നു പോയിട്ടില്ല. അങ്ങനെ സ്വൈരമായി വസിക്കുന്ന ഇസ്രായേൽ, മതിലുകൾ ഇല്ലാതെ വസിക്കുന്ന ഇസ്രായേൽ. എന്തുകൊണ്ടാണ് മതിലുകൾ ഇല്ലാതെ വസിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്നതെന്ന് അറിയാമോ? പണ്ട് കാലത്തെല്ലാം എല്ലാ പട്ടണങ്ങളുടെയും ചുറ്റും മതിലുകൾ, കോട്ടകൾ കെട്ടി, മതിലുകൾ ചുറ്റി കിടങ്ങുകൾ ഉണ്ടാക്കി അവർ ആ സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് കാലത്ത് മതിലുകളിന്റെ ആവശ്യമില്ല. കാരണം എയർഫോഴ്സ് വന്നതോടുകൂടി, യുദ്ധവിമാനങ്ങൾ വന്നതോടുകൂടി മതിലുകൾക്കൊരു രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് നാം എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ എസെക്കിയേൽ പറയുകയാണ്, മതിലുകളില്ലാത്ത ദേശത്തേക്ക് ഗോഗ് തന്റെ കൂട്ടുകാരുമായി, തന്റെ സഹപ്രവർത്തകരുമായി കടന്നു വരും, അവരുടെ ധനത്തെ കൊള്ളയടിക്കുവാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു രാജ്യത്തേക്ക്, മതിലുകളില്ലാത്ത ഒരു രാജ്യത്തേക്ക്, മറ്റു സഹായങ്ങളില്ലാത്ത രാജ്യത്തേക്ക്, US സപ്പോർട്ട് ചെയ്യുവാനില്ലാത്ത ഒരു രാജ്യത്തേക്ക് ഗോഗ് തന്റെ അനുയായികളുമായിട്ട് കടന്നു വരികയാണ്. ഇനിയും റിസ്ട്രെയിനർ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് വിചാരിക്കാം ഇത് സംഭവ്യമല്ല, ഇങ്ങനെ ഒരു കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, ഒരു റാപ്ചർ ഒന്നും അങ്ങനെ സംഭവിക്കുവാൻ പോകുന്നില്ല. ഭൂമിയിലുള്ള ഒട്ടുമുക്കാലും മനുഷ്യര് ഒരു നിമിഷത്തിൽ അങ്ങ് എടുക്കപ്പെടുമോ? അതൊന്നും സംഭവ്യമല്ല, സംഭവിക്കുവാനുള്ള പോസിബിലിറ്റി ഇല്ല, പ്രോബബിലിറ്റി ഇല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒരു സംഭവം കൊണ്ടുവരട്ടെ. നോഹയുടെ കാലത്ത് നോഹ സുവിശേഷം വിളിച്ചു പറഞ്ഞു. നോഹ നല്ല സദ്വർത്തമാനം വിളിച്ചു പറഞ്ഞു, പെട്ടകത്തിൽ കയറിക്കൊള്ളുക, കാരണം ഒരു ന്യായവിധി വരുവാൻ പോകുന്നുവെന്ന് നോഹ സകല ലോകത്തോടും, അന്ന് അറിയപ്പെട്ടിരുന്ന സകല ലോകത്തോടും നോഹ വിളിച്ചു പറഞ്ഞു. ആരും വിശ്വസിച്ചില്ല. സംഭവ്യമല്ല, ഇത് സംഭവിക്കുവാൻ ഒക്കത്തില്ല. ഇതുവരെ മഴ എന്ന് പറഞ്ഞ ഒരു സാധനം ഞങ്ങള് കണ്ടിട്ടില്ല. മഴ ഇതുവരെ പെയ്തിട്ടില്ല നോഹയുടെ കാലം വരെ. അതുവരെയും ഭൂമിയുടെ അടിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂപ്രതലത്തെ നനച്ച് സസ്യങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിരുന്നു എന്ന് നാം വായിക്കുന്നു. അന്ന് മഴ പെയ്തിട്ടില്ല, മഴ ആരും കണ്ടിട്ടില്ല. നോഹ വിളിച്ചു പറഞ്ഞു മഴ പെയ്യുവാൻ പോവുകയാണ്. നോഹ വിളിച്ചു പറഞ്ഞു ഭൂമി ജലപ്രളയത്താൽ മുങ്ങുവാൻ പോകുകയാണെന്ന്. There is no probability എന്ന് ആ കാലത്തെ ജനങ്ങൾ കരുതി. സംഭവിക്കത്തില്ല. എന്നാൽ കണ്ണിമിക്കുന്നതിനിടയിൽ വെള്ളം പൊങ്ങുവാൻ ആരംഭിച്ചു, മഴ പെയ്യുവാൻ ആരംഭിച്ചു. ഭൂമിയുടെ ഉറവകൾ തുറന്നു, ജലം മുകളിൽ നിന്നും താഴെ നിന്നും അടിച്ചുയർന്നു. ഭൂമി മുഴുവൻ വെള്ളത്തിലായി. ഭൂമി മുഴുവൻ വെള്ളത്തിൽ ഒരു പന്ത് അകത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് പോലെ ഭൂമി വെള്ളത്തിലായി പോയി. ഇംപോസിബിൾ എന്ന് പറയുന്നവർക്ക് അത് ഒരു ഓർമ്മക്കുറിപ്പായിരിക്കട്ടെ. കർത്താവ് വരും, സഭയെ എടുക്കും. ഇവിടെ നിന്ന് അനേകര് മാറ്റപ്പെടും, യേശു ക്രിസ്തുവുമായി ബന്ധമുള്ളവർ മാറ്റപ്പെടും എന്ന് പറയട്ടെ. അങ്ങനെ ഈ സമയത്ത് മതങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. സഭ ഇവിടുന്ന് പോയി കഴിയുമ്പോഴും എല്ലാവിധ മതങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാ മതങ്ങളും ഉണ്ടായിരിക്കും. പള്ളികൾ ഉണ്ടായിരിക്കും, സഭാ ഹാളുകൾ ഉണ്ടായിരിക്കും, മോസ്കുകൾ ഉണ്ടായിരിക്കും, മറ്റ് ടെമ്പിളുകൾ ഉണ്ടായിരിക്കും, അമ്പലങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവിധ മതങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. ദൈവമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മതങ്ങളിൽ ആശ്രയിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരു മതങ്ങളും ഒരു ക്രിസ്തീയ മതമാണെങ്കിലും മതം മനുഷ്യനെ രക്ഷിക്കത്തില്ല. ഒരു മതത്തിലും ആശ്രയം വെച്ചുകൊണ്ട് മതങ്ങൾ മനുഷ്യനെ രക്ഷിക്കത്തില്ല. മറിച്ച് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നസ്രായനായ യേശു ക്രിസ്തുവാണ് എന്ന്
പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് ഓർമ്മയൊന്ന് പുതുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മതങ്ങളിൽ ആരെങ്കിലും ആശ്രയം വെക്കുന്നുണ്ടെങ്കിൽ ഒരു മതവും നമ്മെ ആരെയും രക്ഷിക്കുവാൻ പോകുന്നില്ല. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നേറുമെങ്കിൽ നാം കർത്താവിനോടുകൂടി ചേർക്കപ്പെടും. നിങ്ങൾക്കറിയാമോ, 7 വർഷം ഇവിടെ തുടങ്ങുവാൻ ആരംഭിക്കുമ്പോൾ ഇവിടെ മതങ്ങളുണ്ട്, പല മതങ്ങളുണ്ട്, പല ദേവാലയങ്ങളുമുണ്ട്, ഇവിടെ ആരാധനയുണ്ട്. ഒരു ഫോൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകൻ എല്ലാ മതങ്ങളുടെയും അധിപനായി കയറിയിരിക്കുകയും ചെയ്യും. മതങ്ങൾ അന്ന് ഇവിടെ ഉണ്ടായിരിക്കും. മതങ്ങൾ ആരെയും രക്ഷിക്കത്തില്ല. ഇനിയും ഈ യുദ്ധത്തിലേക്ക് ഇസ്രായേലിന്റെ ഈ യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ്. ഈ യുദ്ധത്തിലേക്ക് നോർത്തിൽ നിന്നുള്ള സൈന്യം മുഴുവൻ ഇവിടേക്ക് കടന്നു വരുന്നു. കടന്നു വന്ന് അവരുടെ ശക്തി മുഴുവൻ എടുത്ത് ഒരു ചെറിയ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. ചെറിയ രാജ്യത്തിന് നിൽക്കുവാൻ മാർഗമില്ല. ആളുകൾ കുറവ്, ആളുകൾ തുലോം കുറവ്. അവര് നിസ്സഹായരായി അവര് മുകളിലേക്ക് നോക്കി. അവരവരുടെ കണ്ണുകൾ മുകളിലേക്ക് നോക്കി. അവരുടെ കൈ മലർത്തി. ലോകത്താരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനില്ല, ലോകത്താർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനില്ല, ലോകത്താരും ഞങ്ങൾക്കൊരു വെപ്പൺ തരുവാനില്ല. ലോകരാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ തുറമുഖങ്ങളിലേക്കുള്ള, ഞങ്ങളുടെ എയർപോർട്ടിലേക്കുള്ള വാതായനങ്ങളെല്ലാം അടച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പുറത്തേക്ക് പോകുവാൻ മാർഗമില്ല, ഞങ്ങൾക്ക് അകത്തേക്ക് വരുവാൻ മാർഗമില്ല. ഞങ്ങൾക്കൊരു സാധന സാമഗ്രികള് അകത്തേക്ക് കൊണ്ടുവരുവാനോ പുറത്തേക്ക് കൊണ്ടുവരുവാനോ മാർഗമില്ല. ഇസ്രായേൽ നിലവിളിക്കുന്നു, യഹൂദൻ നിലവിളിക്കുന്നു, യഹോവയോട് നിലവിളിക്കുന്നു. ഒരു വലിയ സൈന്യം കൊടുങ്കാറ്റ് പോലെ ഇസ്രായേലിന്റെ മേൽ ആഞ്ഞടിക്കുകയാണ്. ഒരു വലിയ മേഘം, കൂരിരുണ്ട മേഘം ഇസ്രായേലിലെ ജനങ്ങളുടെ മേൽ ഓടി വന്ന് സകലയിടത്തു നിന്നും അവരെ മൂടുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായരായി ദൈവത്തിലേക്ക് നോക്കുന്ന, യഹോവയെങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു രാഷ്ട്രത്തെ നാം ഇവിടെ ദർശിക്കുകയാണ്. ഇങ്ങനെ നിസ്സഹായരായി നോക്കിക്കൊണ്ടിരിക്കുമ്പോ കർത്താവ് അവിടെ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ദൈവം ചിരിക്കുന്നു. അവൻ പറയുന്നു, ഞാനാണ് ഗോഗിന്റെ താടിയലിന്മേൽ കൊളുത്തിട്ട് ഇസ്രായേലിന്റെ പർവ്വത നിരകളിലേക്ക് ഗോഗിനെ കൊണ്ടുവന്നവൻ ഞാനാണ്. എന്തിനാ കൊണ്ടുവന്നെന്നറിയാമോ? നീ അവന്റെ ധനം ആഗ്രഹിച്ചാണ്, നീ കൊള്ളയടിക്കുവാനാണ് വന്നതെങ്കിൽ നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. അവനെ അതിസമ്പന്നനാക്കി ഞാൻ മാറ്റാൻ പോകും. ഇത് നമ്മളോടുള്ള ദൂത, ഇത് നമ്മളോടുള്ള ദൂത. ഇസ്രായേലിനോടുള്ള ദൂതൊക്കെയും വാസ്തവത്തിൽ നാം പഠിക്കുമ്പോൾ വ്യക്തികളോടുള്ള ദൂതാണെന്ന്, പുതിയ നിയമത്തിലെ വ്യക്തികളോടുള്ള, വിശ്വാസികളോടുള്ള ദൂതാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നമുക്ക് വെളിപ്പെട്ട് കിട്ടും. നിന്റെ ശത്രു നിനക്ക് എതിരെ ഒരു വഴിയായിട്ട് വരും. എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവർ നിന്റെ അടുത്ത് നിന്ന് 7 വഴിയായിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ഈ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ പർവ്വതങ്ങളിലേക്ക് വരികയാണ്. കർത്താവ് പറയുക, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ. നിന്നെ ആരെങ്കിലും തൊട്ടാൽ അവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാ. കർത്താവ് തന്റെ ഗോഗിന്റെ താടിയല്ലിൽ, റഷ്യയുടെ താടിയല്ലിൽ കൊളുത്തിട്ട് വലിച്ചു എങ്കിലും ഇവിടേക്ക് വന്ന് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ കർത്താവ് തന്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. അവൻ വിളിച്ചു പറയുകയാണ്, സങ്കീർത്തനം 121:4, ഇസ്രായേലിന്റെ കാവൽക്കാരൻ എന്താണ്? ഉറങ്ങുന്നില്ല. നിന്റെ കാൽ വഴുതുവാൻ നാം സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. കർത്താവ് എഴുന്നേറ്റു. കർത്താവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പറയുകയാണ്, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങത്തില്ല, അവൻ മയങ്ങത്തില്ല. ഇതാ അവൻ മേഘാരൂഢനായി അവൻ വരികയാണ്. കോടാനുകോടി സൈന്യങ്ങൾ കാർമേഘങ്ങൾ പോലെ ഇസ്രായേലിനെ മൂടിയപ്പോൾ
ഇതാ മേഘാരൂഢനായി പ്രകാശമയനായി ഇസ്രയേലിന്റെ സൈന്യാധിപൻ എഴുന്നള്ളി വരികയാണ്. അവൻ ഉറങ്ങത്തില്ല, അവന് രാത്രിയില്ല, അവന് പകലില്ല, അവൻ മയങ്ങത്തില്ല, ഉറക്കം തൂങ്ങുന്നില്ല. അവൻ എഴുന്നേറ്റ് വന്നു. അവൻ അവിടെ നിന്ന് വീണ്ടും വിളിച്ചു പറയുകയാണ്, നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. ഇസ്രയേലെ, വിശ്വാസികളെ, അവൻ വിളിച്ച് നമ്മളോട് പറയുകയാണ്, നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. യെശയ്യാ 54:17. നിനക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. നിനക്കെതിരെ പൊങ്ങുന്ന സകല നാവുകളെയും ന്യായവിസ്താരത്തിൽ നീ ന്യായം വിധിക്കും. You shall condemn all the tongue that raises against you. നിനക്കെതിരെ ഉയർന്നു പൊങ്ങുന്ന, നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ നീ ന്യായം വിധിക്കും. ഇസ്രയേലിന് എതിരായി വരുന്ന, നമുക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. വീണ്ടും സിംഹാസനാരൂഢൻ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ വിളിച്ചു പറയുകയാണ്. ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 12:3 വിളിച്ചു പറയുക, നിന്നെ അനുഗ്രഹിക്കുന്നവരെ, ഇസ്രയേലെ വിശ്വാസികളെ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരായി തീരും. ഇസ്രയേലെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ കർത്താവിനുള്ളവരാണോ? നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരായി തീരും. അവരെ 7 വഴിയായി തിരിഞ്ഞോടേണ്ടതായിട്ട് വരും. ഇസ്രയേലിന്റെ പർവ്വത നിരകളിൽ അന്ന് അവര് തമ്പടിച്ച് യുദ്ധത്തിന് കോപ്പുകൂട്ടുമ്പോൾ സിംഹാസനാരൂഢൻ എഴുന്നേറ്റ് ആ പർവ്വത നിരകളിലേക്ക് വന്നിട്ട് അവൻ ഭൂമിയെ പിടിച്ചൊന്ന് കുലുക്കും. ഒരു വലിയ ഭൂകമ്പം ശത്രുക്കളുടെ ഇടയിൽ ഉണ്ടാകും. ഒരു വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി പർവ്വതങ്ങളൊക്കെ നിലം പരിചാകും. പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങൾ തമ്പടിച്ചിരിക്കുന്ന അവരുടെ സൈനിക പാളയങ്ങൾ നിലം പരിചാകും. അവരുടെ കെട്ടിടങ്ങള്, വീടുകള് ഇടിഞ്ഞ് വീണ് തരിപ്പണമായി തീരും. ആറുകളുടെ, നദികളുടെ വെള്ളത്തിന്റെ ദിശ മാറി ഒഴുകും. വന്യമൃഗങ്ങളും മത്സ്യങ്ങളും പക്ഷികളും പറവകളും സകല ജീവജാലങ്ങളും ഈ ഭൂകമ്പത്താൽ അവർ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ സൈന്യത്തിന്റെ കാര്യം പറയണമോ? ഒന്ന്, വലിയ ഒരു ഭൂകമ്പം. 4 വിധത്തിലാണ് കർത്താവ് ഗോഗ് മാഗോഗ് യുദ്ധത്തെ കർത്താവ് നേരിടുന്നത്. ഇസ്രയേലിന്റെ പരിപാലകൻ 4 നിലകളിലാണ് നേരിടുന്നത് ഗോഗ് മാഗോഗ് സൈന്യത്തെ. ഒന്നൊരു വലിയ മാസീവായിട്ടുള്ള എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നു. അവിടെ അനേകര് മരിച്ചു വീഴുകയാണ്. മരിച്ചു വീഴുന്നതിന്റെ കൂട്ടത്തിൽ ഒരു വലിയ എപ്പിഡമിക് പൊട്ടിപ്പുറപ്പെടുകയാണ്. രണ്ടാമത്തെ ആയുധം ഇസ്രയേലിന്റെ പരിപാലകൻ കയ്യിലെടുത്തു. വലിയ എപ്പിഡമിക്, നമ്മള് പാൻഡമിക് കണ്ടു, കൊറോണ വൈറസ് കണ്ടു. ലോകത്തെ മുഴുവൻ തൂത്തുവാരി മരണത്തിലേക്ക് നയിച്ച ഒരു പാൻഡമിക്കിന് നമ്മളെല്ലാവരും മൂകസാക്ഷികളായവരാണ് ഈ അടുത്ത സമയത്ത്. എന്ന് പറഞ്ഞതുപോലെ ഇസ്രയേലിന് ചുറ്റുപാടും തമ്പടിച്ചിരിക്കുന്ന സൈന്യത്തിനെതിരെ, സൈന്യത്തിന്റെ നടുക്ക് ഒരു വലിയ എപ്പിഡമിക് പൊട്ടിപ്പുറപ്പെടും, രോഗം പൊട്ടിപ്പുറപ്പെടും. ഒരുപക്ഷെ മരിച്ചു വീടുന്ന ശവശരീരങ്ങളിൽ നിന്നായിരിക്കാം. ഇതൊന്നും അടക്കം ചെയ്യുവാൻ ആരെ കൊണ്ട് കഴിയുന്നു? ഒരു വലിയ എപ്പിഡമിക് രോഗം പൊട്ടിപ്പുറപ്പെട്ട് അനേകർ അവിടെ ഇസ്രയേലിന്റെ പർവ്വത നിരകളിൽ, അതുപോലെ ഇസ്രയേലിന്റെ താഴ്വരകളിൽ മരിച്ചു വീഴും. ചെങ്കടല്, ഡെഡ് സീക്ക് കിഴക്ക് വശത്തായിട്ട്, ഡെഡ് സീയുടെ ഈസ്റ്റേൺ സൈഡില് ജോർഡാൻ എന്ന രാജ്യത്ത് വാലി ഓഫ് ഹാമൻ ഗോഗ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇവരെ എല്ലാം അടക്കം ചെയ്യാൻ ആരംഭിക്കും. മൂന്നാമത്തെ ഒരു ബാധ വരികയാണ്. സൾഫറും ഗന്ധകവും, അല്ലെങ്കിൽ സൾഫർ അല്ലെങ്കിൽ ഗന്ധകം, ഹെയിൽ സ്റ്റോം, തീയ്, മഴ, ഇതെല്ലാം കൂടെ ആഞ്ഞ് അങ്ങ് അടിക്കാൻ തുടങ്ങും.
ശത്രു സൈന്യത്തിന്റെ പാളയത്തിലേക്ക്. അവിടെ വലിയ തീയ്, ഒരുപക്ഷെ അവര് തന്നെ പിടുന്ന മിസൈലായിരിക്കാം, അത് തന്നെ അവരുടെ മേൽ വന്ന് പതിക്കുകയായിരിക്കാം. എനിവേ, തീ പൊട്ടിപ്പുറപ്പെടും. തീ പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അണയ്ക്കാൻ വലിയ പ്രയാസമാണെന്ന് നമുക്കിപ്പോ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാലിഫോർണിയയിലേക്ക് നോക്കിയാൽ മതി. തീ പൊട്ടിപ്പുറപ്പെട്ടാൽ അണയ്ക്കുവാൻ പ്രയാസമാണെന്ന് നമ്മെ ആരും ഓർമ്മിപ്പിക്കേണ്ടതില്ല, പഠിപ്പിക്കേണ്ടതില്ല. നമുക്കറിയാം, തീയുടെ കൂടെ ആളിക്കത്തുന്ന സൾഫർ, അതിന്റെ കൂടെ ഹെയിൽ സ്റ്റോം, ഇതെല്ലാം കൂടെ ഈ ശത്രു രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ മൂന്നാം ആയുധമായി വന്ന് പതിക്കുകയാണ്. അടുത്തതായിട്ട് ഇത്രയും എല്ലാം പതിച്ചു കഴിയുമ്പോൾ ശത്രു സൈന്യം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന നാലാമത്തെ ആയുധത്തിന് പാത്രീഭൂതരാകുവാൻ പോകുകയാണ്. നാലാമത്തെ ആയുധം അവര് വാങ്ങിക്കുവാൻ പോവുകയാണ്. അതെന്താണെന്നറിയാമോ? അകത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുവാൻ ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുവാൻ ആരംഭിച്ചു. കാരണം ജയിക്കുവാൻ സാധിക്കാത്ത ഈ യുദ്ധത്തിന് എന്തിനിറങ്ങി പുറപ്പെടൂ? ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാതെ, ഒരു വാല്യൂ ഇല്ലാതെ എന്തിനു വേണ്ടി ഈ യുദ്ധം ചെയ്യുന്നു എന്ന് പരസ്പരം തമ്മിൽ ചോദിച്ച് there was an internal conflict and there was an infighting between the soldiers. പട്ടാളക്കാർ തമ്മിൽ, മിലിറ്ററി തമ്മിൽ, അകത്തു തന്നെ അവര് തമ്മിൽ യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ ഇല്ലാതെ വന്ന് അവര് തമ്മിൽ യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചു. ഇങ്ങനെ യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ച് അവിടെ സകല സൈന്യങ്ങളും അവിടെ വീണ് മരിച്ചു. ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഒന്നും ചെയ്തില്ല. അവര് യുദ്ധത്തിൽ പടവെട്ടുവാൻ ഇറങ്ങി പുറപ്പെട്ടില്ല. അവര് ഈ യുദ്ധത്തിൽ ആയുധവും ഏന്തി യുദ്ധക്കളത്തിലേക്ക് പോയില്ല. അവര് യഹോവയെ നോക്കിയതേ ഉള്ളൂ. അവര് മുകളിലേക്ക് നോക്കി കൈ ഉയർത്തിയതേ ഉള്ളൂ. ഈ യുദ്ധത്തിൽ ശത്രു സൈന്യം തന്നെത്താൻ തോറ്റുപോയി. 4 വിധമായ ബാധകളാൽ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന, ദൈവത്തിന്റെ കക്ഷത്തിലിരിക്കുന്ന 4 വിധമായ ബാധകളാൽ ഇസ്രായേലിന് ശത്രു സൈന്യം പരാജയപ്പെട്ടു. ഏതാണ് 4 വിധമായ ബാധകൾ? 1, ഒരു മാസീവ് എർത്ത്ക്വേക്ക്. 2, എപ്പിഡമിക്. 3, ഇൻഫൈറ്റിംഗ്, ഇന്റേണൽ കോൺഫ്ലിക്ട്. 4, ഹെയിൽ സ്റ്റോം, ഫയർ, സൾഫർ. ഇതെല്ലാം കൂടെ വന്ന് ശത്രു സൈന്യം അവിടെ ഉന്മൂലനാശം ചെയ്യപ്പെട്ടു. റഷ്യ എന്ന രാജ്യം വെറും ഒരു നാട്ടുരാജ്യമായി. എല്ലാ പവറും നഷ്ടപ്പെട്ടു. അവർ പരാജയപ്പെട്ടു. ഇസ്രായേൽ ജയിച്ചു. അവരുടെ ഒരു ചെറുവിരൽ പോലും അനക്കേണ്ട ആവശ്യം വരാതെ ഇസ്രായേൽ ജയിച്ചു. ഞാൻ പറയട്ടെ, വിശ്വാസികളായ, യേശുവുമായിട്ട് ബന്ധത്തിലുള്ള വിശ്വാസികളായ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ, ഈ യുദ്ധത്തിൽ, നിങ്ങളുടെ മുൻപാകെ ഇന്ന് നിങ്ങൾ നേരിടുന്ന യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൈ ഉയർത്തിയാൽ മതി. നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് ഉയർത്തിയാൽ മതി. മുകളിൽ നിന്നൊരുവൻ മേഘാരൂഢനായി നിന്റെ സഹായത്തിനായി ആകാശത്തിൽ കൂടി അവൻ എഴുന്നള്ളി വരുന്നു. അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. നീ കൈ ഉയർത്തിയാൽ മതി. നിന്റെ കണ്ണുകൾ ആ ദൈവത്തിന്റെ സന്മുഖത്തേക്ക്, യേശുവിന്റെ സന്മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഈ യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണ്ട. നിങ്ങൾ സ്തോത്രം ചെയ്താൽ മതി യുദ്ധം ജയിച്ചതിനായിട്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യുദ്ധം ജയിച്ചതിനായിട്ട് സ്തോത്രം ചെയ്താൽ മതി. ഞാൻ പറയട്ടെ, ചെങ്കടലിന്റെ മുൻപിൽ ചെന്ന് അവര് നിന്നപ്പോൾ അല്ല ചെങ്കടൽ ദൈവം പിളർത്തിയത്. അല്ല, അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുമ്പേ ദൈവം ഇത് വിഭാഗിച്ചതാ ചെങ്കടൽ. ഈജിപ്തിലായിരിക്കുമ്പോൾ തന്നെ
ദൈവം തന്റെ പദ്ധതിയിൽ പെടുത്തിയതാണ് ചെങ്കടല് രണ്ടായി വിഭാഗിക്കുന്ന കാര്യം. ഇനിയും അല്ല പുറകോട്ട് പോയാൽ, അല്ല ലോക സ്ഥാപനത്തിന് മുമ്പ്, അല്ല അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുക്കുമ്പോൾ തന്നെ, അല്ല നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നിന്റെ മുൻപിലുള്ള ചെങ്കടല് വിഭാഗിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നീ ഈ യുദ്ധത്തിൽ കർത്താവിനെ സ്തുതിച്ചാ മതി. നിന്റെ മുൻപാകെ നേരിടുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ കർത്താവിനെ സ്തുതിച്ചാ മതി. വിജയം തന്നു കഴിഞ്ഞിരിക്കുന്നതിനായി, വിജയം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നതിനായി. പ്രയാസങ്ങളുടെ മുൻപിൽ പതറണ്ട, പ്രയാസങ്ങളുടെ മുമ്പിൽ വേദനിച്ച് പിന്മാറണ്ട, പ്രയാസങ്ങളുടെ മുൻപിൽ പോയി കിടന്നുറങ്ങണ്ട. എഴുന്നേറ്റ് സടകുടഞ്ഞ് എഴുന്നേറ്റാ മതി, സ്തോത്രം ചെയ്താ മതി. ഈ യുദ്ധത്തിൽ നിന്റെ വിരലുകൾ അനക്കണ്ട, ദൈവത്തിന് സ്തോത്രം പറഞ്ഞാ മതി. മുൻപോട്ട് പോകട്ടെ. ഇവിടെ യുദ്ധത്തിലെ ഇവരുടെ സാധന സാമഗ്രികള്, ഇവരുടെ വെപ്പൺസ് എല്ലാം പിടിച്ചെടുക്കപ്പെട്ടു. അല്ല, വെപ്പൺസ് എല്ലാം അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. ഇസ്രയേലിന്റെ പർവ്വത നിരകളിലും ഇസ്രയേലിന്റെ താഴ്വരകളിലുമായി വെപ്പൺസ് എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. ഈ വെപ്പൺസ് എല്ലാം എടുത്ത് 7 വർഷം അവര് തീ കത്തിക്കുവാൻ ഉപയോഗിച്ചു. 7 വർഷം ഉപയോഗിച്ചു തീ കത്തിക്കുവാനായിട്ട്. അതായത് എതിർ ക്രിസ്തുവിന്റെ കാലത്തിലും ഈ വെപ്പൺസ് തീ കത്തി തീർന്നിട്ടില്ലെന്നർത്ഥം. അത് കഴിഞ്ഞ് ഇവിടുത്തെ ജനം മുഴുവൻ, യഹൂദയിലുള്ള ഇസ്രായേലിലുള്ള ജനം മുഴുവൻ, സോൾജിയേഴ്സിനെ കൊണ്ട് മാത്രം നടക്കാത്തത് കൊണ്ട് ജനം മുഴുവൻ ഇളകി വന്ന് ഈ ഡെഡ് ബോഡി എല്ലാം മറവ് ചെയ്യുക, ശത്രു രാജ്യത്തിന്റെ ഡെഡ് ബോഡി എല്ലാം മറവ് ചെയ്യുക. സ്ഥലം അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇതവിടെ കിടന്നാൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകും. ബോഡിയെല്ലാം മറവ് ചെയ്യണം കർത്താവ്. അതുകൊണ്ട് ജനം മുഴുവൻ ഇറങ്ങി പുറപ്പെട്ട് ബോഡി മറവ് ചെയ്യുകയാണ്. ഡെഡ് സീയുടെ ഈസ്റ്റ് സൈഡിലെ ജോർദാൻ എന്ന രാജ്യത്ത് വാലി ഓഫ് ഹാമൻഗോഗ് എന്ന പ്രദേശത്ത് അവർ ഈ ശവശരീരങ്ങൾ, മൃതശരീരങ്ങൾ മറവ് ചെയ്യുകയാണ്. അവരങ്ങനെ മറവ് ചെയ്ത് എല്ലാം നോക്കിയെടുത്ത് മറവ് ചെയ്ത് അത് തന്നെ ഒരു ബിസിനസ്സായി എന്ന് മാറിയെന്ന് എസെക്കിയേൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ശവശരീരം കണ്ടുപിടിച്ച് മറവ് ചെയ്യുന്നത് ഒരു വലിയ ബിസിനസ് ആയിട്ട് തന്നെ മാറി. അവരൊരു സെർച്ച് കമ്മിറ്റിയെ ഏർപ്പെടുത്തി. പിന്നീട് സെർച്ച് കമ്മിറ്റിയെ ഏർപ്പെടുത്തി. ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, പുസ്തകം വായിക്കണം. സെർച്ച് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒരു അസ്ഥി കണ്ടെങ്കിൽ അവിടെ ഒരു മാർക്കർ അവിടെ കുത്തിവെക്കും. ഒരു മാർക്കർ എടുത്തു അവരവിടെ കുത്തിവെക്കും. ഇവിടെ ഒരു അസ്ഥി കിടപ്പുണ്ട്. അപ്പോൾ പുറകെ വരുന്ന സെർച്ച് കമ്മിറ്റി അവിടെ മാന്തി ആ ഭാഗത്തൊക്കെ നോക്കി പരതി നടന്ന് അവരവിടെ ഡെഡ് ബോഡി കണ്ടുവെങ്കിൽ, മൃതശരീരം കണ്ടുവെങ്കിൽ അതെടുത്ത് മറവ് ചെയ്യും. ഒരു വലിയ ബിസിനസ് ആയിട്ട് മാറി. അങ്ങനെ 7 മാസത്തോളം എടുത്തു ഈ ബോഡികളെല്ലാം മറവ് ചെയ്ത് സ്ഥലം ശുദ്ധീകരിക്കുവാൻ 7 മാസത്തോളം എടുത്തു. അവരുടെ വെപ്പൺ തീ കത്തിക്കുവാൻ 7 വർഷങ്ങളോളം എടുത്തു. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവ് കൂടെ ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുത്തു. അവൻ ഇസ്രയേലിന്റെ അന്തരീക്ഷത്തിന്റെ മുകളിൽ മേഘാരൂഢനായി അവൻ നിൽക്കുകയാണ്. ഈ യുദ്ധത്തിൽ അവര് ജയിക്കുന്നത്, തന്റെ മക്കൾ ജയിക്കുന്നത് കണ്ടുകൊണ്ട്, അവർ ഈ ബോഡികൾ മറവ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ അവനൊരു സഹായം അവർക്ക് ചെയ്തു കൊടുത്തു. അവൻ കൈകൊട്ടി, അവൻ 2 കരങ്ങളും അടിച്ച് ആകാശത്തിലെ പറവകളെ എല്ലാം വിളിച്ചു. എല്ലാവരും വരുവീൻ, എല്ലാവരും വരുവീൻ. ഇവരെ കൊണ്ട് തന്നെ ഈ ജഡമെല്ലാം മറവ് ചെയ്യുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആകാശത്തിലെ പറവകളെല്ലാം വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിഭവ സമൃദ്ധമായ ഒരു ബാങ്ക്വറ്റ് ഒരുക്കിയിട്ടുണ്ട്. വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഇന്ന് പറവകൾക്ക് ഒരുക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെയും വിളിച്ചു, മൃഗങ്ങളെ എല്ലാം വിളിച്ചു, വന്യമൃഗങ്ങളെല്ലാം വന്നു ചേരുവീൻ. ഞാൻ നിങ്ങൾക്ക് ദേശം ശുദ്ധീകരിക്കേണ്ടതിന്, എന്റെ മക്കളെ സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ സദ്യ ഒരുക്കിയിട്ടുണ്ട്. മൃഗങ്ങളെല്ലാം വന്നു ചേരുവീൻ, ആകാശത്തിലെ പറവകൾ വന്നു ചേരുവീൻ, മൃതശരീരങ്ങളിന്മേൽ ഇരപിടിച്ച് വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ണുവീൻ. നിങ്ങളുടെ മാംസം നിങ്ങളുടെ മൂക്കിൽ കൂടി ഇറങ്ങി വരുന്നത് വരെയും നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുവീൻ. പക്ഷികളോടും മൃഗങ്ങളോടും പറഞ്ഞു, ഇവരുടെ രക്തം കുടിച്ച് നിങ്ങൾ മത്തരാകുവീൻ. പക്ഷികളോടും മൃഗങ്ങളോടും പറഞ്ഞു. അങ്ങനെ ഒരു വലിയ സദ്യ ഗോഗിന്റെ മേലും മാഗോഗിന്റെ മേലും നടത്തി. ഗോഗിനെയും മാഗോഗിനെയും അവരുടെ സൈന്യത്തെയും വാലി ഓഫ് ഹാമൻഗോഗ് എന്ന പ്രദേശത്ത് അങ്ങനെ
ഗോഗ് മാഗോഗ് യുദ്ധം തീർന്നു. എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. റഷ്യ ഒരു നാട്ടുരാജ്യം മാത്രമായി ഒതുങ്ങി. പവറെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയും റഷ്യ ആർക്കും ഒരു ത്രട്ടല്ല. റഷ്യയുടെ കൂടെയുള്ള സഖ്യകക്ഷികൾ ആർക്കും ഒരു ത്രട്ടല്ല. എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ഒരു സൂപ്പർ പവറായി മാറിയിരിക്കുക. ഇസ്രയേൽ എന്ന ചെറു രാജ്യം ഒരു സൂപ്പർ പവറായി അവര് മാറിയിരിക്കുകയാണ്. മുസ്ലിമിൽ നിന്ന് വളരെ ചെറിയ എതിർപ്പുകളും റെസിസ്റ്റൻസും മാത്രമേ അവർക്ക് നേരിടേണ്ടതായിട്ടുള്ളൂ. കാരണം പ്രധാനപ്പെട്ട ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം തകർന്ന തരിപ്പണമായി. ലോകമെമ്പാടുമുള്ള മറ്റുള്ള മുസ്ലിമുകളിൽ നിന്ന് സൂപ്പർ പവറായി മാറിയിരിക്കുന്ന ഇസ്രയേലിന് നേരെ ഇന്നൊരു ചെറിയ എതിർപ്പ് മാത്രമേ ഉള്ളൂ. വേണ്ട വിഭവങ്ങളെല്ലാം, വേണ്ട സമ്പത്തുകളെല്ലാം ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. ഇത് ഏറ്റവും പറ്റിയ ഒരവസരമാണ്. എന്തിനാണെന്നറിയാമോ? യഹൂദന് അവരുടെ ദേവാലയം നിർമ്മിക്കുവാൻ. ഹല്ലേലൂയ. സാഹചര്യം ഒത്തുവരുന്ന കണ്ടില്ലേ? യഹൂദന് ഇപ്പോൾ ദേവാലയം നിർമ്മിക്കുവാൻ പറ്റിയ അവസരത്തിലേക്ക് വന്നിരിക്കുക. കാരണം അവര് എല്ലാവരെയും പരാജയപ്പെടുത്തി. സ്വന്തം ശക്തിയാൽ അല്ല, എന്നാൽ കർത്താവിന്റെ ശക്തിയാൽ എല്ലാവരെയും, ചുറ്റുപാടുകളുമുള്ള രാജ്യങ്ങളെയും, സൂപ്പർ പവർ എന്ന് വിളിച്ചിരുന്ന റഷ്യയും അവരുടെ അലയൻസിനെയും ഒക്കെ പരാജയപ്പെടുത്തി ശക്തിയായിട്ട് നിൽക്കുകയാണ്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഒക്കെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ദേവാലയം പണിയുവാൻ ഏറ്റവും നല്ല അവസരം. അവരതിനു വേണ്ടി എല്ലാം ഒരുക്കി കാത്ത് റെഡിയായി നിൽക്കുകയാണ്. ഈവൻ പ്രീസ്റ്റിന്, പുരോഹിതന്മാർക്കും മഹാപുരോഹിതനും ഒക്കെ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് ബലി നടക്കുന്നത് എങ്ങനെയാണ്, യാഗമർപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ക്ലാസ്സുകളും ഒക്കെ കൊടുത്ത്, പഴയ നിയമത്തിൽ നിന്ന് പഠിച്ച് ആ ക്ലാസ്സുകളും ഒക്കെ കൊടുത്ത് ദേവാലയത്തിന്റെ മോഡലും എല്ലാം റെഡിയാക്കി അവര് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പറ്റിയ അവസരം ഇതാ വന്നു ചേർന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുവൻ പതുങ്ങി ഒരിടത്ത് എവിടെയോ ഇരിക്കും. ആ വ്യക്തിയുടെ പേരാണ് എതിർ ക്രിസ്തു. ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം ഏറ്റവും പറ്റിയ സമയം ദേവാലയം പണിയുവാൻ. ഒരു എതിർ ക്രിസ്തു എവിടെയോ പതുങ്ങി നിൽപ്പുണ്ട്. സഭയാകുന്ന നമ്മൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഒരുക്കമൊക്കെ, മണവാളനുമായിട്ടുള്ള വിവാഹത്തിനുള്ള ഒരുക്കമൊക്കെ ഒരുങ്ങിയ ശേഷം നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഗോഗ് മാഗോഗ് യുദ്ധം കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ദേവാലയം ഇപ്പൊ പണിയുകയാണ്. ദേവാലയം പണിയുവാൻ ഒരു വ്യക്തിയുടെ ഹെൽപ്പ് കിട്ടി. ആ വ്യക്തി യഹൂദനെയും ചുറ്റുപാടുകളുമുള്ള മുസ്ലിം കൺട്രി ഇപ്പോൾ നാമാവശേഷമായി റെസിസ്റ്റൻസ് ഇല്ല. അവരിൽ നിന്ന് എതിർപ്പുകൾ വളരെ കുറവാ. അങ്ങനെ ഇരിക്കുമ്പോ ഈ രണ്ട് കൂട്ടരെയും അടുപ്പിക്കാൻ ഇപ്പം വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു സമാധാന പ്രിയൻ, പൊളിറ്റിക്സിൽ വളരെ നൈപുണ്യമുള്ളവൻ, കൊമേഴ്സിൽ വളരെ വൈഭവമുള്ളവൻ, സംസാരത്തില്, ലീഡർഷിപ്പില്, സ്പീച്ചില് വളരെയധികം പ്രാഗൽഭ്യമുള്ളവൻ, വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തി, ഒരു നല്ല ബിസിനസ്സുകാരനായ ഒരു കൊമേഴ്സിൽ നല്ല പ്രാതിനിധ്യമുള്ള ഒരു വ്യക്തി, നല്ല ഒരു ലീഡർഷിപ്പ് പാടവമുള്ള ഒരു വ്യക്തി എവിടെയോ ആരോ പതുങ്ങി ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവൻ ഇസ്രയേലിനെയും മുസ്ലിം രാജ്യങ്ങളെയും സമന്വയിപ്പിച്ച് ഒരു ദേവാലയം പണിയുവാനായിട്ട്, ഹെൽപ്പ് ചെയ്യുവാനായിട്ട് റെഡിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. സഭയാകുന്ന നാം അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും സ്വർഗത്തിലേക്കൊന്ന് കയറിപ്പോകാം. നമുക്ക് അവിടെ നിന്ന് വിവാഹത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം.
എന്നിട്ട് നമുക്ക് വീണ്ടും ആ വ്യക്തിയെ ഒന്ന് കാണുവാൻ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും തിരികെ ഭൂമിയിലേക്ക് വിവാഹത്തിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.